ഹായ് വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ്. നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം മഴയൊക്കെ ആസ്വദിച്ച് വിളക്കും കത്തിച്ച് കിവിയുടെ കൂടെ കുറച്ച് നേരം കളിച്ചതിന് ശേഷം നേരെ റൂമിലോട്ട്. വേറൊന്നും കൊണ്ടല്ല, നല്ലൊരു പണി രാഹു എനിക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ഒരു വാറൻറ്റി കാർഡ് തപ്പി അവൻ അലമാരയിലുണ്ടായിരുന്ന എല്ലാ തുണികളും വാരി വെളിയിലിട്ടതിന് ശേഷം അത് മടക്കി പോലും വെക്കാണ്ട് അത് ഫുൾ മറ്റേ സിനിമയിലൊക്കെ കാണുന്ന കണക്ക് മറ്റേ ചുരുട്ടി കൂട്ടിയൊക്കെ എടുത്ത് അലമാരക്കകത്ത് വെച്ച് കളഞ്ഞു. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഈ അലമാര അങ്ങോട്ട് തുറന്നത് മറ്റേ സിനിമയെ പോലെ ഇതിങ്ങനെ, ഞാൻ സിനിമയിലൊക്കെ ആ സീൻ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ട് ഇങ്ങനെ എൻ്റെ മണ്ടേ കൂടെ ഡ്രസ്സൊന്നും വീഴുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് പതുക്കെ മടക്കി അങ്ങ് വയ്ക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ഉണ്ടായിരുന്ന എല്ലാ ഡ്രസ്സും എടുത്ത് വെളിയിൽ വെച്ച് ഞാൻ എല്ലാം മടക്കി ഒതുക്കിയൊക്കെ വെച്ചതിന് ശേഷം വേറെ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു. വേറെ നല്ല റൂമിനകത്ത് തന്നെ അതൊക്കെ മടക്കി സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം എനിക്ക് ഈ വാർഡ്രോബിൻ്റെ എൻ്റെ അടിയിലത്തെ പോർഷനിൽ കുറച്ച് തുണികൾ ഞാൻ യൂസ് ചെയ്യാത്തത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് ബാഗിലോ എന്തെങ്കിലും ആക്കി വെക്കണമായിരുന്നു. കാരണം വുഡിൻ്റെ അലമാര ആയതുകൊണ്ട് മറ്റേ ഈർപ്പം പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഞാൻ വിചാരിച്ചു ബാഗിൽ എന്തെങ്കിലും ആക്കി വെക്കാം എന്ന് വിചാരിച്ചിട്ട് പാവാടി ഉടുപ്പ് ആ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അതും ഞാനൊരു ബാഗിനകത്തൊക്കെ ആക്കി വെച്ചു. നിങ്ങളിങ്ങനെ കാണുമ്പോഴത്തേക്ക് അലമാരയിൽ ആ സാധനമൊക്കെ മടക്കിയല്ല വച്ചേക്കുന്നതെന്ന് തോന്നും. അങ്ങനെയല്ല, ഞാൻ മടക്കി ഒതുക്കി വെച്ചേക്കുവാണ്. ഏറ്റവും മുകളിൽ യൂസ് ചെയ്യാത്തത് രണ്ടാമത്തെ തട്ടിൽ നമ്മുടെ പുറത്തിടുന്ന വെസ്റ്റേൺ വെയേഴ്സ് ആയിട്ടും അതിന് താഴെ പുറത്തിടുന്നത് ഈ മിറർ വരുന്ന പോർഷനിൽ ഫുള്ള് എൻ്റെ എത്നിക് വെയേഴ്സാണ് വരുന്നത്. അങ്ങനെ എല്ലാം അടുക്കി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ആണ് കേട്ടോ ഞാൻ അടിയിലുണ്ടായിരുന്ന പോർഷനൊക്കെ ഫുൾ ക്ലീൻ ചെയ്ത് വെച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ സ്റ്റഡി ഏരിയയുടെ അവിടെയും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കേട്ടോ. ഇത് അമ്മ എനിക്ക് മേടിച്ചെന്ന് കേട്ടോ, ഒരു കോട്ട് സെറ്റ്. നല്ല അടിപൊളിയാണ്, നല്ല കോട്ടൺ കോട്ട് സെറ്റാണ്, നല്ല സുഖമാണ് ഇടാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സ്റ്റഡി ഏരിയയുടെ ഭാഗം കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്തു. വേറെ ഒന്നും കൊണ്ടല്ല, എപ്പോഴും അവ അയൺ ചെയ്യുക അവിടെയാണ് വരുന്നത്. അപ്പോഴത്തേക്ക് അവൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കും, വീണ്ടും മറ്റേ ഷീറ്റ് വിരിക്കും അങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ആ ഷീറ്റ് അങ്ങ് അവിടെ വിരിച്ചിടാം. അതിന് ശേഷം അതിന് മുകളിൽ ഈ ബുക്കും കാര്യങ്ങളും വയ്ക്കാം. അപ്പോൾ എപ്പോഴും എടുത്ത് ബെഡിൻ്റെ മണ്ടയിൽ ബുക്ക് വയ്ക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ച് അതൊന്ന് ക്ലീൻ ചെയ്തു. ഏകദേശം റൂം ഒന്ന് ചെറിയൊരു ക്ലീനിങ് പരിപാടിയായിരുന്നു ഒന്ന്. എന്തായാലും നമുക്ക് സമയം പോകണമല്ലോ, അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെ വീട്ടിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ബൈ.